ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 5 പോകാം. എനിക്ക് തോന്നുന്നു ഫേസ് 1 ഷിഫ്റ്റ് 2 ക്വസ്റ്റ്യൻ പേപ്പർ ഫിസിക്സ് നമ്മൾ 30ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ടാണ് താഴോട്ട് വരുന്നത് അല്ലേ. അപ്പോൾ അത് നിങ്ങൾ ആ ഓർഡർ ഒന്ന് 30 തൊട്ട് 60 വരെയുള്ള ആ ക്വസ്റ്റ്യൻ സ്ട്രീമാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോണം. ആ ക്വസ്റ്റ്യൻ നമ്പർ വെച്ചിട്ടാണ്, ആ ഓർഡറിലാണ് ഈ 1 2 3 4 എന്ന് കൊടുത്തിരിക്കുന്നത്. യെസ്, അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ്. എ ഡിസ്ക് ഓഫ് റേഡിയസ് r and mass m is rolling horizontally without slipping, which means that pure rolling ആണ്. Yes, with a speed v. അതായത് പ്യുവർ റോളിംഗ് മോഷൻ ആണ്. പ്യുവർ റോളിംഗ് മോഷൻ എന്ന് പറയുമ്പോൾ അവന് എന്തൊക്കെയുണ്ട്? ട്രാൻസ്ലേഷണൽ മോഷനും ഉണ്ട്, അതേപോലെ റൊട്ടേഷണൽ മോഷനും ഉണ്ട്. It then move up an inclined smooth surface as shown in the figure. The maximum height that the disc can go up the inclined plane. ക്വസ്റ്റ്യനകത്ത് ശ്രദ്ധിച്ചു നോക്കിയാൽ അവർ നമുക്കൊരു ഹിന്റ് തന്നിട്ടുണ്ട്. സ്മൂത്ത് ഇൻക്ലൈൻഡ് സർഫസ്. അതിൽ നിന്ന് മനസ്സിലാക്കുക സ്മൂത്ത് സർഫസ് ആണ്. സ്മൂത്ത് സർഫസ് മീൻസ് ദർ ഈസ് നോ ഫ്രിക്ഷൻ. ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ റോളിംഗ് മോഷനെ അഫക്ട് ചെയ്യൂ. നമുക്കറിയാം ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ റോളിംഗ് മോഷനെ അഫക്ട് ചെയ്യും. ഇവിടെ റോളിംഗ് മോഷന് യാതൊരു ചേഞ്ചും ഉണ്ടാവത്തില്ല. ഓക്കെ, അപ്പൊ ഇവിടെ വെച്ച് ഇനിഷ്യലി ഗ്രൗണ്ടിൽ വെച്ച് അവന് കൈനറ്റിക് എനർജി ട്രാൻസ്ലേഷനും ഉണ്ട്, അതേപോലെ കൈനറ്റിക് എനർജി ഡ്യൂ ടു റൊട്ടേഷനും ഉണ്ട് ഗ്രൗണ്ടിൽ നിൽക്കുന്ന സമയത്ത്. ഓക്കെ, സിംപ്ലി നമുക്ക് ഇങ്ങനെ പറയാം, വളരെ ഈസി ആയിട്ട് ഇങ്ങനെ പറയാം. ഒൺലി ശ്രദ്ധിച്ചിരിക്കണം, ഒൺലി ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി ഓഫ് ദ ഡിസ്ക് ചേഞ്ചസ്. ഇവിടെ ഗ്രൗണ്ടിൽ നിൽക്കുന്ന ആള്, അതായത് ഇപ്പം എയിൽ നിന്ന ഡിസ്ക് ബി എന്ന് പറഞ്ഞ പോയിന്റിൽ എത്തിയെന്ന് വിചാരിക്കും. അവന്റെ ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജിക്ക് മാത്രമേ മാറ്റമുള്ളൂ. റൊട്ടേഷണൽ കൈനറ്റിക് എനർജിക്ക് യാതൊരു മാറ്റം ഉണ്ടാവില്ല. ക്ലിയർ? അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു, ഇവിടെ അവൻ എന്തുണ്ട്? കൈനറ്റിക് എനർജി ട്രാൻസ്ലേഷൻ ഉണ്ട്, അതേപോലെ കൈനറ്റിക് എനർജി ഡ്യൂ ടു റൊട്ടേഷൻ ഉണ്ട്. അത് ട്രാവൽ ചെയ്ത് ബിയിൽ എത്തുമ്പോഴത്തേക്ക് അവന് പൊട്ടൻഷ്യൽ എനർജി കിട്ടും. കാരണം ഒരു ഹൈറ്റ് ഉണ്ട്, അതുകൊണ്ട് ഒബ്വിയസ്ലി അവനൊരു പൊട്ടൻഷ്യൽ എനർജി കിട്ടും. കൂടാതെ അവന് കൈനറ്റിക് എനർജി ഡ്യൂ ടു റൊട്ടേഷനും ഉണ്ടാവും. അത് കോൺസ്റ്റന്റ് ആയിരിക്കും, അതിന് മാറ്റം ഉണ്ടാവത്തില്ല. കാര്യം ഫ്രിക്ഷന് ഒന്നുമില്ല. സോ ദർ ഇസ് നോ ചേഞ്ച്. ക്ലിയർ? പക്ക. അപ്പൊ നമുക്ക് പറയാൻ ഇവിടുന്ന് ഒരു കാര്യം പറയാൻ പറ്റും, വളരെ ഒരു കീ കൺസെപ്റ്റ് ആണ്. ഈ ഹിന്റ് നിങ്ങൾ മറന്നു പോകരുത്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കൺസെപ്റ്റ്. ഒൺലി ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി ഓഫ് ഡിസ്ക് ചേഞ്ചസ്. ട്രാൻസ്ലേഷൻ കൈനറ്റിക് എനർജിക്ക് മാത്രമേ ചേഞ്ച് ഉള്ളൂ. എങ്ങോട്ടാ അത് ചേഞ്ച് ആവുന്നത്? ചേഞ്ചസ് ഇൻറ്റു ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. റൊട്ടേഷണൽ കൈനറ്റിക് എനർജി റിമൈൻ അൺചേഞ്ച്ഡ്. റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഈസ് കോൺസ്റ്റന്റ്. അങ്ങനെ പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ താഴെ വെച്ചിട്ടുള്ള ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി കംപ്ലീറ്റ്ലി പൊട്ടൻഷ്യൽ ആയിട്ട് മാറി. കാര്യം മാക്സിമം ഒരു ഹൈറ്റ് വരെ പോയി കഴിഞ്ഞു. പിന്നെ അവന് മോഷൻ ഇല്ല, പക്ഷെ അവൻ റോൾ ചെയ്യും. റൊട്ടേറ്റ് ചെയ്യാം, നോ പ്രോബ്ലം. അപ്പൊ ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി ഇക്വേഷൻ എന്താ? ½ mv². പൊട്ടൻഷ്യൽ എനർജി mgh. ഇവിടുന്ന് എമ്മും കട്ട് ചെയ്ത് കളയാം. നമ്മളോട് ഹൈറ്റ് കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു v²/2g. ദാറ്റ്സ് ഓൾ. v²/2g. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സോ ഓപ്ഷൻ 3 v²/2g വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ കാണാം. താങ്ക് യു.